ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ ക്രിസ്തുവിനോട് ചേർന്നൊന്ന് ലഘുവാക്കാനുള്ള നാളുകളാണ് നോമ്പുകാലം. ചില ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും മാനുഷിക ബുദ്ധിക്ക് കൈകാര്യം ചെയ്യാനാവില്ല. ചില ചോദ്യങ്ങൾക്കൊന്നും കാലത്തിന് ഉത്തരം നൽകാനും ആവില്ല. അവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, ക്രിസ്തുവിനോട് ചേർന്നാണ് ഇത്തരം അനുഭവങ്ങളെ നാം വായിച്ചെടുക്കുന്നത് എങ്കിൽ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കും പോലെ ജോബിങ്ങനെ ക്രിസ്തുവിന് പ്രിയങ്കരനായിട്ട് ജീവിച്ചു കടന്നു പോകുമ്പോഴും സഹനം വല്ലാതെ ഞെരിഞ്ഞു മുറുക്കി കടത്തിവിടുകയാണ് ആ ജീവിതത്തെ. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നൊക്കെ 1-2 അധ്യായത്തിൽ പറയാൻ തക്ക വിധമുള്ള ആത്മബലമുണ്ടായിരുന്നിട്ടും പിന്നീടങ്ങോട്ട് 3-ാം അധ്യായം മുതൽ 36-37 അധ്യായം വരെ പ്രതിഷേധങ്ങളിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ജോബിന് പറയാനായിട്ടുള്ളതൊടുവിൽ 42-ാം അധ്യായത്തിലെത്തുമ്പം ജോബ് പറയാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം അസാധ്യതയില്ലാത്തവനാണ്. ഈ അഭിഷേകത്തിലേക്ക് എത്താൻ വേണ്ടി നോമ്പ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അപരിഹാര്യമായിട്ടൊന്നുമില്ലെന്ന് ഈ നോമ്പുകാലത്ത് തമ്പുരാനോട് ചേർന്ന് ധ്യാനിക്കാനും ഇണങ്ങുന്ന ജീവിതശൈലിയിലേക്ക് മാറാനും ഇടയാവട്ടെ. ഈശോയെ, വളരെ പ്രത്യേകമായി ഞങ്ങളുടെ ജീവിതത്തിൽ നോമ്പിൻ്റെ ഈ ആത്മീയ വിചാരത്തെ ധ്യാനമാക്കാൻ, ജീവിതമാക്കാൻ കൃപ നൽകണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.